ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുറേ ഇൻട്രൊഡക്ഷൻ ഇദ്ദേഹം ഇതിൻ്റെ ക്യാരക്ടർ കൊടുക്കുന്നുണ്ട്, വേറെ ആൾക്കാർ പലരും കൊടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട്, പക്ഷേ ആ ക്യാരക്ടർ ഞാൻ വന്നപ്പോൾ ഒരു അരവട്ടന. അതാണ് അതിനകത്ത് നമുക്ക് വന്ന ഒരു ഒരു പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു സാധനം. ഞാൻ ഒരിക്കലും കുറച്ച് എക്സെൻട്രിക് ആയിട്ട് ആ പിന്നെ ഷൂട്ടിംഗ് ടൈമിൽ ബിഹേവ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അത് സാറും പറയുന്നുണ്ട്, ഡയറക്ടറും പറയുന്നുണ്ട്. ഞാനങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോയി. കഴിയുന്ന ഓരോ ടേക്കിൽ തന്നെ എല്ലാം ഓക്കെ ആയി, ഒരു ഹാപ്പി ആയിരുന്നു. അഭിനയിക്കേണ്ടി വന്നില്ല. അത് കറക്റ്റ്. അതാണ് ഇവർ പറഞ്ഞ രീതിയിൽ തന്നെ ഔട്ട്പുട്ട് പോയി, അതങ്ങനെ അങ്ങ് എടുത്തു പോയി. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് മനസ്സിലാകുന്നത് ഇവന് മഞ്ഞക്കാടാന്ന് പറഞ്ഞപ്പോൾ വൈഫ് ഇങ്ങനെ എനിക്ക് മുഖത്ത് നോക്കി. മഞ്ഞക്കാടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഐഡിയ കിട്ടി. മഞ്ഞക്കാടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും മെൻ്റല. അതാണ് ക്യാരക്ടറിന് ലാസ്റ്റ് വന്നപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടി. പക്ഷേ എനിക്ക് ഇത് ഞാൻ കുറേ പടങ്ങൾ ജോണി വാക്കർ പോലെ ഞാൻ ഫീൽഡിലുള്ള ആളാണ്, പിന്നെ ഫൈറ്റ് മാസ്റ്ററാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു ക്യാരക്ടർ. എൻ്റെ പേര് സ്റ്റെബിൻ എന്നാണ്. ഞാനിതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് കൊട്ടമല സജി എന്നാണ്. അപ്പോൾ കൊട്ടമല സജി എന്ന് പറയുന്ന ഒരു JCB ഡ്രൈവറാണ്, ഒരു ചെറിയ ഗുണ്ടയാണ്, ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അങ്ങനെ ആയി തീരേണ്ട ഒരാളാണ്. അപ്പോൾ എന്നോട് ആദ്യം ഈ കഥ പറഞ്ഞപ്പോൾ കൊട്ടമല സജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഭയങ്കര ബിൽഡപ്പുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു വെച്ചാൽ. അപ്പോൾ ഈ ക്യാരക്ടർ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഞാൻ തന്നെ ചെയ്യണോ, കാരണം ഞാൻ ബാക്കിയുള്ള പടങ്ങളിലൊക്കെ ഹ്യൂമറായിട്ട് ഉള്ള റോളുകളൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കൊട്ടമല സജി എന്ന് പറഞ്ഞപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. ഇയാൾക്ക് ബിഫോർ ഇയാളെ പറ്റി ഭയങ്കര ബിൽഡപ്പുകളൊക്കെ വരണുണ്ട്. ഒരു JCB ഡ്രൈവറാണ്, നായകനൊരു പ്രശ്നം വരാൻ നേരത്തെ അതിൽ ഇടപെടുന്ന ആളാണ്, മറുത ബേബിയുടെ മുഖ്യ ശത്രുവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ മറുത ബേബി അപ്പോൾ ഇതാരാ? കാരണം ഈ സജിയായിട്ട് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമുള്ള ഒരാളാണ് മറുത ബേബി. അപ്പോൾ എന്നോട് പറഞ്ഞ് മറുത ബേബി എന്ന് പറയുന്നത് കുങ്ഫു സജിത്ത എന്ന് പറഞ്ഞു. കുങ്ഫു എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് പേടിച്ച്. കാരണം ഒന്നാമത് മറുത ബേബി എന്ന് പറയുന്നൊരു ആളെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടമല സജി എന്ന് പറയുന്ന ഒരാൾ വരണം. അപ്പം പേര് പറയുമ്പോൾ തന്നെ കുങ്ഫു സജിത്ത് എന്നുള്ള പേര് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊട്ടമല സജി പേടിക്കാൻ പാടില്ല. പക്ഷേ ഞാനൊന്ന് പേടിച്ച് എങ്ങാനും ഒരു ഇടികൊണ്ടല്ലോ കൊണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചെല്ലണത്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് പോകാൻ പറ്റി. സൈത്തേട്ടനുമായിട്ട് കമ്പനിയായി. അപ്പം മനസ്സിലായി സൈത്തേട്ടൻ ക്യാരക്ടർ ജീവിക്കുമായിരുന്നു. അതുപോലെ തന്നെ എക്സെൻട്രിക്കായിട്ട് നടക്കുന്നത് കാരണം പകുതി പേടി അവിടെ വെച്ച് മാറി. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പുണ്ടായി. അപ്പം അങ്ങനെയാണ് കൊട്ടമല സജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, JCB ഡ്രൈവറിൻ്റെ ക്യാരക്ടർ, ഒരു ഗുണ്ടയായിട്ടുള്ള ഒരാളുടെ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന എല്ലാവരും ക്യാരക്ടറിനെ പറ്റിയും നമ്മുടെ സിനിമയെ പറ്റിയൊക്കെ വളരെ നല്ല അഭിപ്രായം പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഔസേപ്പ് പച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറല്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 3-4 ദിവസം ഷൂട്ടിൽ വന്നുള്ളൂ. അതെനിക്ക് അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. കാരണം എനിക്കൊരു കൃത്യമായ സമയം തന്നിരുന്നു. ആ സമയത്ത് വന്ന് പോയെന്ന് അധികം ഇൻട്രാക്ഷൻസ് ഉണ്ടാകാൻ സമയം കിട്ടിയില്ല. കാരണം ഞാൻ ആ സമയത്ത് വേറൊരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു, സീരിയലും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കൃത്യമായ സമയം തന്നു, ആ സമയം അത്ര മണിക്കൂർ തന്നു. ആ സമയത്ത് ചെയ്ത് പോയത് കൊണ്ട് ഒത്തിരി കോമ്പിനേഷൻ സീൻസും ഇല്ലായിരുന്നു നായകനുമായിട്ടും. അതുപോലെ സജിത്ത് ഒരു ദിവസം ഉണ്ടായിരുന്നു, പിന്നെ പോളേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കാലം കണ്ടിരുന്നു. എന്തായാലും ആ പടം ത്രെഡ് കേട്ടപ്പോൾ രസമായി തോന്നിയൊരു കുറച്ചൊക്കെ സബ്ജക്റ്റ് പറയുമ്പം സ്വാഭാവികതയുള്ള രീതിയാണ് തന്നെ. പടം നന്നാകുമെന്നൊരു തോന്നി. ഏതായാലും പടം നന്നായി വന്നിട്ടുണ്ട്. എന്തായാലും പടം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. എന്നെ ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും, അതിൽ കൂടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ്റെ ക്യാരക്ടർ മാറിയിട്ടുണ്ട്, ചേട്ടൻ വേറൊരു ക്യാരക്ടറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഏത് ക്യാരക്ടറായാലും ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്, അതിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സണ്ണിപ്പനാകുന്നത്. ആക്ച്വലി എൻ്റെ നേച്ചറും സണ്ണിപ്പനായിട്ട് യാതൊരു ബന്ധമില്ല. സണ്ണിപ്പൻ ആവേണ്ടി വന്നു, സാഹചര്യങ്ങൾ എന്നെ സണ്ണിപ്പനാക്കി ഇവരെല്ലാവരും കൂടി പിടിച്ച്. പിന്നെ ഷൂട്ടിങ് അനുഭവം പറയാനാണെങ്കിൽ വളരെ എൻജോയ് ചെയ്ത ഒരു ഷൂട്ടായിരുന്നു. എസ്പെഷ്യലി ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആ കോമ്പിനേഷനൊക്കെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തെന്നുള്ളതാണ്. അത്രമാത്രം അത് സെറ്റിലുമ്പോൾ ഞങ്ങൾ ഒരുപാട് ചിരിച്ച് അല്ലേ, വളരെ രസമായിരുന്നു. ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന ഒരു മഴ. കാരണം ഇത് ജൂൺ ജൂലൈ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം മഴ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് പണി തന്നത്. എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, വന്നു കഴിഞ്ഞപ്പം പാലായിലെത്തുമ്പം നല്ല മഴയാണ്. അപ്പോൾ ക്രൂ എല്ലാം ഓരോ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ചേട്ടാ വണ്ടി തന്നെ ഇരുന്നോ, മഴ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വരുന്നു പറഞ്ഞു.
അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. എന്തായാലും നല്ലൊരു മൂവി കിട്ടി, അതിന് നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അതിന് സന്തോഷമാണ്. ഈ പടം കൂടുതൽ ഉയരങ്ങളെടുത്തിടുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമയിലൊരു പിന്നിൽ പ്രവർത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുന്നിൽ ഞാനില്ല. സുമിത്ത് എൻ്റെ ഇപ്പോൾ സുഹൃത്തുമാരാണ് ബന്ധം പറഞ്ഞാൽ ഞങ്ങളൊരു 8-10 വർഷത്തെ പരിചയമുണ്ട്. അത് വെച്ച് സുമിത്ത് ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു വീട് വേണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് തന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കൊരു പഴയ വീടുണ്ട്, 6 നിലയൊക്കെയുള്ള വീട്, അത് പറ്റുമെങ്കിൽ അത് നോക്കിക്കോ, ഞാൻ എന്നാലാവുന്ന എല്ലാ സഹായവും ചെയ്തു തരാം. അപ്പോൾ സുമിത്ത് അത് പ്രകാരം അവിടെ വഴിയിൽ വന്ന് നോക്കുമ്പം സുമിത്ത് മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഈ കഥയും കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട് തന്നെ സുമിത്തിന് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഇവിടെ വരികയും എനിക്ക് തോന്നുന്നൊരു 3-4 മാസത്തോളം അതെ തുടർച്ചയായിട്ട് ചിലപ്പം ഒരു 3-4 ദിവസം കാണും. പിന്നെ മറ്റ് സ്ഥലത്തോട്ട് പോകും, പിന്നെയും വരും. പിന്നെ ആയപ്പോഴത്തേക്കും ആദ്യമൊക്കെ ഞാൻ വളരെ ആകാംക്ഷയോടെയൊക്കെ വന്ന് നിന്നിങ്ങനെ കണ്ടു. പിന്നെ ആയപ്പോഴത്തേക്കും ഇവർ വരുന്നു പോകുന്നു, നമ്മൾ പിന്നെ അവിടെ ഉണ്ട് എങ്കിലും വെച്ചിട്ട് പോയത്. കാരണം ഇവരുടെ ഇഷ്ടത്തിന്, സുമിത്തിനും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരുടെ ഇഷ്ടത്തിന് നമ്മുടെ വീട് കൊടുക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഇതിന് ഒത്തിരി സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കിതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനാണ്. ഞാനൊരു ദിവസം ഫ്ലാറ്റിലിരിക്കുമ്പോൾ എന്നെ ചേച്ചിയാണെന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാം. പിന്നെ ഒരു സിനിമ സംഭവിക്കണേ ഇതിനൊരു കഥ വേണം, അതിനൊരു ഷൂട്ട് നടത്തിയൊരു സംവിധാനമുണ്ട്, എൻ്റെ ബാക്കി ക്രൂ ഉണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ മാത്രമാണ് ചെയ്തത്. ഈ സിനിമ ശരിക്കൊരു സംവിധായകൻ്റെ സിനിമയാണ്. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചേട്ടന് എന്നെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കുറേ ക്രെഡിറ്റ് ഒക്കെ തന്നു. പക്ഷേ എൻ്റെ സ്ഥലം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനറിയാം, ഞാൻ ഷൂട്ടിലാകെ 4 ദിവസമല്ലേ. 4 ദിവസം വന്നപ്പോൾ ഞാൻ ആ സെറ്റിൽ എല്ലാവരുമായിട്ടും കമ്പനിയായിരുന്നു. എനിക്ക് അവിടെ എല്ലാവരെയും അറിയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ആകെ ചെറിയൊരു പരിപാടിയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഈ ഇരിക്കുന്ന അക്ഷയൊക്കെയാണ്. അക്ഷയ് മൂവി അവരൊക്കെയാണ് എഡിറ്റ് ചെയ്തത്, കട്ടാണെങ്കിലും ബാക്കി കാര്യം. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്ത ഇലക്ട്രോണിക്കലി ഉണ്ട്, സ്റ്റെഫിനുണ്ട്. അവനാണെങ്കിലും ഇപ്പം ചെയ്യുന്നതൊക്കെ വലിയ വലിയ പടങ്ങളാണ്. ദീപനാനയൊക്കെ അവൻ്റെ പാട്ടാണ്. പിന്നെ ശ്രീദേവിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് ഹീറോയ്ക്ക് ഡബ് ചെയ്ത ആളാണ് സോണി സോജൻ എന്ന് പറഞ്ഞ ആക്ടറിന്, അതായത് ഇതിലെ രാജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഡബ് ചെയ്ത ആളാണ് ശ്രീദേവ്. ശ്രീദേവിൻ്റെ ഷോർട്ട് ഫിലിമിലെ വോയിസ് കേട്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സുമിത് നേരത്തെ പ്രൊഡ്യൂസർ പറഞ്ഞായിരുന്നു, ഒരുപാട് ഡയലോഗ്സ് ഉള്ള ഇതായിരുന്നു. ആൾക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് കൂടിയിട്ടുണ്ട് ആ കൊച്ചിന് ആ ടൈമിൽ. കാരണം അത്രയും ഡയലോഗ് പറഞ്ഞ് അതേ രീതിയിൽ. കാരണം എത്ര ദിവസം ശരിക്കും പാലാ സ്ലാങ്ങോടെ ആക്കി എടുക്കണമായിരുന്നു. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ശ്രീദേവി ഇതിൽ ചെയ്തിട്ടുള്ളത്. കാരണം അതൊരു ഡബ്ബിങ്ങിൻ്റെ ഒരു പോരായ്മ പോലും ആ നായകന് പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ നായകൻ അഭിനയിച്ചതിനൊപ്പം ശ്രീദേവി ഡബ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അത്രയ്ക്ക് ഡെപ്തായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ശ്രീദേവിനെ ഒരു ഹാറ്റ്സ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സൗണ്ട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഉള്ള ആ സൗണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ശ്രീദേവിനെ കാണുന്നത്. കാരണം മാറ്റി ചെയ്തു എന്നുള്ളൊരു ഇത് വരുന്നില്ല അവിടെ. അപ്പം നായകന് പകരം നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് തന്നെ ശ്രീദേവിനെയാണ്. ഞാനും ഇതിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സുമിത്തേട്ടനാണ്. സുമിത്തേട്ടനായ പല സ്ലാങ്ങാണെങ്കിലും ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് ചെയ്യിപ്പിച്ചു. അത് എനിക്ക് കുറച്ച് ചെയ്തു വന്നപ്പോൾ ഭയങ്കര കംഫർട്ടായിരുന്നു. ഇവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഒരു മുക്കിലും മുകളിലുമൊക്കെ അത് ഭയങ്കര ടേക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് ഓക്കെ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് ഈസി ആയിരുന്നു. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ ഒരു സിനിമ ഇത്രയും വിജയമായതിൽ ഒരുപാട് ഓക്കെ. ദിവസം തിയേറ്ററിൽ ഓടിയിട്ട് വന്നിരിക്കുന്ന അത്രയും സന്തോഷം ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെയും അവരുടെയും മുന്നിലുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. കാരണം ഈ സിനിമ വലിയൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു കൊമേഴ്സ്യൽ ഹിറ്റായിട്ടുള്ളതുകൊണ്ടല്ല. നമ്മളൊരു വർക്ക് ഏറ്റെടുത്ത് ആ വർക്കിനെ അവസാനം വരെ കൊണ്ടുപോയി അവസാനം ഞാൻ അതിനെ പൂർത്തിയാക്കി പുറത്തിറക്കും, ഇത്രയും പേരെ അതിൽ ഉൾപ്പെടുത്തും എന്ന് പറയുന്ന അഗ്രസീവ്നെസ്സിനാണ് ഇവിടെ മാർക്ക് കൊടുക്കേണ്ടത്. ഒന്ന്
ഈ സബ്ജക്റ്റ് കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനും സ്റ്റെബിനോടാണ് കേൾക്കുന്നത്. ഞങ്ങൾ പാലയിലൊരു മീറ്റിങ്ങിന് വന്നപ്പോഴാണ് ഡയറക്ടർ വിളിച്ച് സബ്ജക്റ്റ് പറയുന്നത്. പക്ഷേ സബ്ജക്റ്റ് കേട്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സത്യം പറഞ്ഞാൽ സജിയെ മറ്റേ വില്ലൻ ഒരു റോളായി എനിക്കെന്നാ വെച്ചത്. പിന്നാണ് പറയുന്നത് കോമഡി ഇത് പറയുന്നത് ഓപ്പോസിറ്റാണ്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നതായാലും ചിലപ്പം ഒരു വില്ലൻ ഇതായിട്ട് എന്നെ എടുക്കത്തുള്ളൂ, സ്റ്റെബിൻ ചെയ്ത വർക്കായാലും. പക്ഷേ ഇതിൽ വന്നപ്പം പെട്ടെന്നാണ് തിരിഞ്ഞ് ഫ്ലിപ്പായി. എന്നാൽ എനിക്കൊരു കോമഡിയും സ്റ്റെബിനാണ് ഒരു വില്ലൻ പോലത്തെ ഒരു ക്യാരക്ടർ കൊടുത്തത്. പക്ഷേ ക്യാരക്ടർ വന്നപ്പോൾ പക്ഷേ കുറച്ചൊരു പാടായിരുന്നു ചെയ്യാൻ കോമഡി. പക്ഷേ ഈ പടം കണ്ട് ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഡബ്ബിങ്ങിന് വന്നപ്പോൾ തന്നെ സുമുത്തേട്ടനോട് പറഞ്ഞു ക്യാരക്ടർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഡബ്ബിങ് വന്നപ്പോഴും എല്ലാം പിന്നെ ഇറങ്ങിയപ്പോഴും ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായ പടം. സിനിമാ മോഹമായിട്ടിരിക്കുന്ന സമയത്താണ് കാസ്റ്റിംഗ് കോളിൽ എങ്ങനെ അയക്കുകയും അങ്ങനെയാണ് അവിടുന്ന് ഈ സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തത്. ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കാസ്റ്റിംഗ് കോൾ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് വന്ന് ചേരുന്നത്. വന്ന് ചേരുന്നു, എൻ്റെ കാസ്റ്റിംഗ് കോൾ കൊടുത്തു, എന്നെ വിളിച്ചു. ഈ പടത്തിൽ കുഴപ്പമില്ലാത്ത അത്യാവശ്യം വേഷമാണ് കിട്ടിയത്. കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. എങ്കിലും അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ പടത്തിന് ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ റിലേഷനൊക്കെ ആൾക്കാർ പറയുന്നതും പടം കുഴപ്പമില്ല, നല്ല പടമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നുണ്ട്. അഭിപ്രായം ഒരു വലിയ സിനിമയാണെന്നുള്ളത് അറിയാതെയാണ് ഇതിനേക്ക് വന്നത്. ഇതിനു മുമ്പ് ചെയ്തൊരു യൂട്യൂബ് സിനിമയിലെ നായികയായിരുന്നു രാജലക്ഷ്മി. രാജലക്ഷ്മി സുമിത്തിന് അന്ന് മുതൽ പരിചയമുണ്ട്. വളരെ സൗമ്യമായിട്ട് ഇടപെടുന്ന സുമിത്തേറിൻ്റെ സ്വഭാവമൊക്കെ എനിക്കന്നേരം ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എന്നെ വിളിക്കാമെന്ന് നിർദ്ദേശിച്ച രാജലക്ഷ്മിയാണ്. അതുകൊണ്ട് ആദ്യമേ രാജലക്ഷ്മിയോടാണ് നന്ദി പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് വരുമ്പോഴും 2 ദിവസത്തെ ഷൂട്ടിനെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വരുമ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിമാണ് എന്നാണ് എൻ്റെ ധാരണ. ഒരു സിനിമയിലൊക്കെ സിനിമയാക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അല്പം വിലയൊക്കെ ഉള്ള ക്യാമറയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതെന്താ കളി. അപ്പോൾ കൂടെയുള്ള ടീമും ചെറു ദൂരെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ. അപ്പം ഞാൻ ഈ നാട്ടിൻപുറത്തുള്ള ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ പങ്കെടുത്തുള്ള ശീലമുണ്ട്. ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ വന്ന ആദ്യ ദിവസം തന്നെ രാജലക്ഷ്മി അന്ന് വരെയുള്ള ചിലവിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊന്നും വീഴിഞ്ഞു. കാരണം ഇത്രയും ചിലവ് വഹിച്ച് ഇത് എന്തിനാണ് ചെയ്യുന്നത്, ഇത് അന്നേരം സിനിമയാണെന്നുള്ളൊരു ധാരണ എനിക്ക് വന്നിട്ടില്ല. എന്തായാലും ഇതിനകത്ത് പങ്കെടുത്ത് പിന്നീട് ഡബ്ബിങ്ങിനായിട്ട് സുമിത്ത് വിളിച്ചു. അപ്പോൾ അവിടെ ഞാൻ സന്തോഷത്തോടെ, കാരണം ഞാൻ വളരെ ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചാണ്. ആ പോകാനുള്ള വഴികളും ഒന്നുമില്ല, അങ്ങനെയുള്ള സൗഹൃദങ്ങളില്ല. പിന്നെ ഇടക്കാലത്ത് ആണ് ചെറിയ ഷോർട്ട് ഫിലിമിലും ചെറിയ ആൽബത്തിലുമൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ ചില സൗഹൃദങ്ങളിലൂടെ അവസരം കിട്ടിയത്. അപ്പോൾ പോകുമ്പോഴും ആ ടീമിൻ്റെ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ സഹകരിച്ച് പരമാവധി അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്താണ് അഭിനയിക്കാനാണെങ്കിലും നിൽക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ വന്നപ്പോഴത്തേനും ആദ്യമേ സുമിത്ത് പ്രൊഡ്യൂസറാണെങ്കിലും സുമിത്ത് അവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്ത് കിടന്ന് തകർത്ത് കിടന്ന് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം നല്ലൊരു അങ്ങനെ കഷ്ടപ്പെട്ട് ഈ സിനിമയുടെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാട് സുമിത്ത് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് യൂണിഫോം ഉണ്ടായിരുന്നു. പോലീസ് വേഷം ചെയ്ത ആ പോലീസ് വേഷത്തിലുള്ള യൂണിഫോം എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് എൻ്റെ അത്രയും തന്നെ സൈസുള്ളൊരു പോലീസുകാരനുണ്ടായിരുന്നു. അങ്ങേരോട് പഴയൊരു യൂണിഫോം മേടിച്ചു. പക്ഷേ അതിൻ്റെ ചിഹ്നങ്ങളോ തൊപ്പി ബെൽറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ അഡീഷണൽ ഉണ്ടാക്കിയാണ്. ആ ഒരു യൂണിഫോം കൊണ്ട് തന്നെ എനിക്ക് 5 വർക്കുകൾ ഉപയോഗിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. ആ പോലീസുകാരൻ ശരത്ചന്ദ്രനാണ് പേര്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ശരത്ചന്ദ്രൻ, ആ പോലീസുകാരൻ്റെ ശരത്ചന്ദ്രനല്ല. അപ്പോൾ ആ യൂണിഫോം കൊണ്ട് എനിക്ക് 5 വർക്കുകളിൽ വർക്ക് ചെയ്യാം. ഈ യൂണിഫോം ഉള്ളതിൻ്റെ പേരിലാണ് ചില വർക്കുകളിൽ എന്നെ വിളിച്ചിരിക്കുന്നത്. എന്തായാലും അത് കറക്റ്റ് ഫിറ്റായുള്ളൊരു യൂണിഫോം ആയിരുന്നു. അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. മുതൽ അവസാനം വരെ സുമിത്തേറിൻ്റെ ഈ ഒരു 2 ഇയേഴ്സ് ഈ ഒരു സിനിമയുടെ കൂടെയുള്ളൊരു ട്രാവൽ, ആ ഒരു ട്രാവലിൽ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള കുറേ സിറ്റുവേഷൻസ്, അത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത് എവിടെയോ വായിച്ചിട്ടുള്ളൊരു അറിവുണ്ട്. ഈ 100/0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് 100% കമ്മിറ്റ്മെൻറ്റ്, 0% എക്സ്ക്യൂസസ്. അങ്ങനെയുള്ളൊരു സംഭവം എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുമിത്തേട്ടൻ അങ്ങനത്തെ ഉള്ളൊരു ട്രാവൽ നമ്മളെ ചെയ്ത് കാണിച്ചാണ്. അതായത് ഒരു ഡയലോഗിലൂടെ അല്ലാതെ വാക്കിലൂടെ അല്ലാതെ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുവാണ്, ഞാൻ പുട്ടിങ് 100% എഫേർട്ട്. എവിടെ 100% ഐസക് നോട്ടം പോലും ഇട്ടിട്ടില്ല. 100% ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ നിൽക്കത്തില്ല.
പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് പല പ്രശ്നവും ഞാൻ ആദ്യം ഷൂട്ടിന് എന്ന സമയത്ത് കണ്ടിട്ടുള്ള സുമിത്തേട്ടനല്ല ഇടയ്ക്ക് ഡബിങ്ങിന് എന്നപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഭയങ്കരമായിട്ടും മെലിഞ്ഞു ഉണങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ കണ്ട മാറ്റങ്ങളും ഒക്കെ നമുക്കറിയാം, ഫേസിൽ വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഒരുപാട് വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതൊക്കെ പുള്ളിയുടെ ഈ ജേണിയുടെ ഭാഗമാണ്. എനിക്ക് ഈ സിനിമയിലെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പുള്ളിയോടാണ് നന്ദി പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ക്ലിൻറ്റിയേട്ടാ താങ്ക് യു സോ മച്ച്. പിന്നെ കുട്ടാപ്പിയുടെ വോയിസ് ചെയ്ത ആ ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ നായകൻ്റെ വോയിസ് ചെയ്ത രാജേഷിൻ്റെ അസാധ്യ മോഡുലേഷൻ ആട്ടോ, നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ വണ്ടർഫുൾ, ഒന്നും പറയാനില്ല. ഇതൊരു ഫസ്റ്റ് കട്ട്, ആദ്യം ഒരു ഫസ്റ്റ് കട്ട് പോലൊരു പരിപാടി ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഈ വർക്ക് കൊണ്ട് പ്രിൻ്റ് ബ്രോ വരുന്നത്. അപ്പോൾ അതൊരു 2-2.5 മണിക്കൂറുള്ളൊരു സിനിമയായിരുന്നു. ഒരു ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോൾ 2-2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു 1 മണിക്കൂർ 54 മിനിറ്റ് നമ്മൾ വെട്ടി സെറ്റാക്കി വെച്ചു. അപ്പം എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് വർക്ക് ചെയ്തതിൽ. പിന്നെ ട്രെയിലർ കട്ട് ചെയ്തിരുന്നു, അത് ട്രെയിലറും ടീസറും കട്ട് ചെയ്തിരുന്നു. സന്തോഷം വർക്ക് ചെയ്തത്.